ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: തകർന്നു കിടക്കുന്ന ദേവാലയത്തെ നീ വീണ്ടും പണിയുമോ? എന്താണ് ചോദ്യം? തകർന്നു കിടക്കുന്ന ദേവാലയത്തെ നീ വീണ്ടും പണിയുമോ? ചോദ്യത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ ഇന്ന് വായിക്കുന്ന ഒന്നാം വായന ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. ജെറൂസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു എന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. നെബൂഖദ്നേസർ രാജാവ് വരികയും ദേവാലയം നശിപ്പിക്കുകയും ദേവാലയത്തിലുള്ള പാത്രങ്ങളൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തതിന് ശേഷം, ബാബിലോൺ പ്രവാസത്തിന് ശേഷം സൈറസ് രാജാവ് ബാബിലോൺ പിടിച്ചടക്കിയപ്പോൾ രാജാവ് പറഞ്ഞു, അദ്ദേഹം വിജാതീയനായിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ തകർന്നു കിടക്കുന്ന ആലയം പുനരുദ്ധരിക്കുവിൻ എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ്. അങ്ങനെ മടക്കി അയച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവാചകനാണ് ഹഗായി പ്രവാചകൻ. ഹഗായി പ്രവാചകൻ ഈ പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ദേവാലയമുണ്ട്. പാപം ചെയ്യുന്നത് മൂലം ഹൃദയത്തിലുള്ള ഈ ദേവാലയം തകർന്നു പോകുന്നു എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തകർന്നു കിടക്കുന്ന ഈ ദേവാലയം നമ്മൾ എങ്ങനെ വീണ്ടും പണിയും? നമ്മുടെ വിശ്വാസത്തിൻ്റെ ദേവാലയം, വിശുദ്ധിയുടെ ദേവാലയം, സ്നേഹത്തിൻ്റെ ദേവാലയം, ബന്ധങ്ങളുടെ ദേവാലയം എങ്ങനെ നമുക്ക് വീണ്ടും പണിയാൻ കഴിയും? സമാധാനത്തിൻ്റെ ദേവാലയം. വചനം പറയുകയാണ്, ഞാൻ ഈ ആകാശവും ഭൂമിയും പിടിച്ചു കുലുക്കും. കുലുക്കി കഴിയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ദേശങ്ങളിൽ നിന്നുമുള്ള സ്വർണവും വെള്ളിയും ഈ ആലയത്തിലേക്ക് കൊണ്ടുവരപ്പെടും. അങ്ങനെ ഈ ആലയം നിർമ്മിക്കപ്പെടും. അതായത് എല്ലാ കൃപ, ആത്മീയമായി പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും, നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം പണിയുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദൈവം ഈ ഭൂമിയെയും സ്വർഗത്തെയും കുലുക്കിയത് ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ്. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. അങ്ങനെ ഈശോയുടെ കുരിശുമരണത്തിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള ദേവാലയം പണിയുന്നതിനുള്ള സമ്പത്ത് സംജാതമായിരിക്കുന്നു, അത് സംലഭ്യമായിരിക്കുന്നു. സമ്പത്തുണ്ട്, ഇനി നമ്മൾ പണിതാ മതി, അല്ലേ? കാശൊക്കെ ഉണ്ട്, ഇനി വീട് പണിതാ മതി എന്ന് പറഞ്ഞ് ലോണൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ട്, ഇനി പണിതാ മതി, ഇനി വീട് പണിതാ മതി, ഹൃദയം പണിതാ മതി, ആലയം പണിതാൽ മതി. നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദേവാലയമായി പണിതുയർത്തുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇതാ ഈ ദിവ്യബലിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു ദേവാലയമാക്കി, മഹത്വപൂർണമായ ദേവാലയമാക്കി, പുതിയ ആലയത്തിൻ്റെ മഹത്വം പഴയ ആലയത്തിൻ്റെ മഹത്വത്തേക്കാൾ മഹത്വമുള്ള ഒരു ദേവാലയം പണിയാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. നമ്മൾ അനുദിനം പണിയുന്ന ഈ ദേവാലയത്തെക്കുറിച്ച്, അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ നിർമ്മാണമാണ്. നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, അനുദിനം നമ്മൾ കുടുംബത്തിലെ ജോലികൾ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ പള്ളിയിലെ ജോലി ചെയ്യുമ്പോഴും, കോൺവെൻറ്റിലെ ജോലി ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ എല്ലാവരും ഒരു ദൈവരാജ്യ നിർമ്മിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധ്യത്തോടുകൂടെ ഞാൻ പണിതുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതം വഴി ഞാൻ ദൈവരാജ്യം പണിയുകയാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ, അനുദിന ജോലികളിൽ വ്യാപരിക്കാം. കണ്ണുകളടക്കാം.
ദൈവരാജ്യ നിർമ്മിതിയിൽ എൻ്റെ ദൗത്യവും ഞാൻ ഓർക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് മറന്നുപോയ, വിസ്മരിച്ചുപോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ പാപം ചെയ്യുകയും ഈ ദൈവരാജ്യ നിർമ്മിതിയെ ഞാൻ തടസ്സപ്പെടുത്തുകയും ചെയ്ത സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ